ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് അഞ്ജനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിരലിന് ചെറുതായിട്ടൊരു സ്ക്രാച്ചേ ഉള്ളൂ. MRI ചെയ്തിട്ട് MRI അല്ല CT സ്കാൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ MRIയും കൂടെ ചെയ്യാം. എന്തായാലും ഇന്നിവിടെ കിടക്കട്ടെ, നാളെ പോയാൽ മതി എന്നൊക്കെ ഡോക്ടർ പറയുകയാണേ. അതിനുശേഷം അജയ് പറയാണ്, എന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അവൾ അതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് സ്റ്റേഷനിൽ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ, വേണ്ട, നീ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നീ പോയിട്ടുണ്ടെങ്കിൽ ഭവാനി എന്നെയായിരിക്കും കുറ്റം പറയാം. നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയാണെന്ന് പറയും. എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ചിലപ്പോൾ എല്ലാത്തിനും ഉത്തരവാദി ഞാനാണെന്നും കൂടെ ഭവാനി പറഞ്ഞു തന്നിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നാൽ ശരിയല്ലേ, ഞാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ അജയ്. പിന്നെ കാണിക്കുന്നത് ഭൂമി സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സാർമാർ പറയുന്നുണ്ട്, അജയ് സാറ് ഇതുവരെ വന്നിട്ടില്ല, ഇനിയിപ്പോൾ മറന്നു കാണുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. മറക്കാനൊന്നും വഴിയില്ല, പക്ഷേ ഇനി വിളിച്ച് ചോദിക്കാനും പറ്റൂലേ, ചിലപ്പോൾ ഏത് രീതിയിലായിരിക്കും സംസാരിക്കാമെന്ന് പറയാൻ പറ്റൂല എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി എന്ന് പറയുമ്പോൾ രണ്ട് പോലീസുകാർ പോയിട്ട് പുറത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നത് കാണുന്നുണ്ട്, കമാലിൻ്റെ ബുള്ളറ്റാണ്. അപ്പോൾ കമാൽ അവിടെ ഇല്ല, മാറി നിന്നിട്ടുണ്ടാവും. അങ്ങനെ അവിടെ ഒക്കെ വന്ന് നോക്കിയിട്ട് കഴിഞ്ഞ ശേഷം അകത്ത് ചെന്നിട്ട് അവർ പറയുന്നുണ്ട്, അവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് സാറേ എന്ന് പറയുകയാണേ. അങ്ങനെ സാറും കൂടെ വന്ന് ഞാൻ നോക്കുമ്പോഴേക്കും കമാൽ ആ ബുള്ളറ്റ് എടുത്തിട്ട് പോകുകയാണേ. അപ്പോൾ തന്നെ അവരവിടെ നിന്നൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഭൂമി പുറത്തേക്ക് വരികയാണ്, സാറേ ഞാൻ നാളെ വരാം, എന്തായാലും ഞാൻ അജയ് സാറിനെ കണ്ടതൊക്കെ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി പറയുകയാണ് കേട്ടോ ഭവാനിയോട്, ഭവാനി നിനക്കും കൂടെ അവരെ കൂടെ പോകാമായിരുന്നു എന്ന് പറയണേ. ശരിയായിരുന്നു, എനിക്കും കൂടെ പോകാമായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല അമ്മയെന്ന് പറയാൻ കേട്ടോ. എന്തായാലും സാറില്ല, അജയും സത്യനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചത്, ഞാനിതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, അവർ കളിച്ച് ചിരിച്ച് വരികയായിരുന്നു അജയും അഞ്ജനയും. അവരിപ്പോൾ നല്ല സ്നേഹത്തിലാണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് കാല് മടങ്ങിയിട്ട് അഞ്ജന വീണതാണെന്ന് പറയുകയാണേ. അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കുന്നേ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയും. ഇപ്പം തന്നെ ഞാൻ വിളിച്ചതാണ്, എടുക്കുന്നില്ല, എന്നാലും ഒന്നും കൂടെ വിളിച്ച് നോക്കാൻ പറയുകയാണേ. അപ്പോഴേക്കും സത്യൻ മാധവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അഞ്ജനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിരലിന് ചെറുതായിട്ടൊരു സ്ക്രാച്ചേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മാധവൻ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. എന്തായാലും നാളെ വരുള്ളൂ എന്നും കൂടെ സത്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സാറില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അജയ് അവിടെ ഉണ്ടോയെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറയാൻ കേട്ടോ. അതെന്താ, അല്ല അജയ് അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കും മാധവ എന്ന് പറയുമ്പോൾ മാധവൻ വീണ്ടും ഫോൺ വിളിക്കാൻ കേട്ടോ സത്യന്. അപ്പോൾ സത്യനോട് ചോദിക്കുക, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ, അജയ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സത്യം പറയും, അജയ് ഇവിടെ ഉണ്ട്, പോകണമെന്ന് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് ഞാൻ അവൻ പറഞ്ഞതാ, പക്ഷെ ഞാൻ പറഞ്ഞയച്ചില്ല എന്ന് പറയാൻ കേട്ടോ. ആണോ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ. അജയ് അവിടെ തന്നെയുണ്ട്, സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാണ്, പക്ഷേ സത്യം വീട്ടില്ല എന്നാണ് പറയണതെന്ന് പറയാം കേട്ടോ. അളിയൻ വീട്ടില്ല എന്ന് പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് ഭൂമി വരാണ് കേട്ടോ. ഭൂമി വരുമ്പോഴേക്കും ഭവാനി ആകെ ടെൻഷനാവാണ് കേട്ടോ. അങ്ങനെ ഭൂമി അകത്തേക്ക് കയറി വരുമ്പോൾ, മോളുടെ ദുഃഖമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയും. നല്ല ആൾക്കാരൊക്കെ ദൈവം വേഗം വിളിക്കും അല്ലേ മുത്തശ്ശിയും ചോദിക്കുമ്പോൾ, അതേ മോളെ അങ്ങനെ തന്നെയാണ്, മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. മോളെ അമ്മനെ പോയി കാണാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മനെ പോയി കാണാറുണ്ട് എന്ന് പറയും. മോൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അച്ഛൻ എഴുതി വെച്ചൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, അത് അജയ് സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ്ടേ. അപ്പോൾ എന്തായാലും ആ ഒരു കത്തിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ ഭൂമി അവിടെ നിന്ന് പറയുമ്പോൾ ഭവാനി അവിടെ നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് പേടിക്കുകയാണേ. മോളെല്ലാം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട, ഞാനെന്തായാലും അജയ് സാറിനെ കണ്ട് പറഞ്ഞോളാം എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ്. ഈ സമയത്ത് ഭവാനി പിന്നീട് കൂടെ വരികയാണ് കേട്ടോ. പിന്നീട് കൂടെ വന്നിട്ട് ഭൂമിനോട് നല്ല സ്നേഹത്തിലൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഭൂമിക്ക് എന്തെങ്കിലും സൂചന കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണേ. അജയനെ എന്തിനാ കാണണമെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ, ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ, ആ കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഭവാനി വന്നിട്ട് പറയുമ്പോൾ, ഭവാനിനെ മേഡം എന്ന് വിളിക്കും. എന്നെ മേഡം എന്നൊന്നും വിളിക്കേണ്ട, ആൻറ്റീന്ന് വിളിച്ചാൽ മതി, നമ്മൾ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ മേഡം എന്ന് വിളിക്കുന്നത്, ആൻറ്റീന്ന് വിളിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. ആ കത്ത് അജയ്ക്ക് കൊടുക്കണ്ടേ, അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തോളാം. അപ്പോൾ എവിടേക്ക് പോകുന്നു ചോദിക്കുമ്പോൾ, ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസറെ കാണാനായിട്ട് ഹൈ റേഞ്ചിലേക്ക് പോകുകയാണ്. ഹൈ റേഞ്ചിൽ എവിടെയാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒരു റിസോർട്ടിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛൻ്റെ കൊലപാതകത്തിൻ്റെ ചെറിയ സൂചനയെങ്കിലും ആൾക്ക് കൊലപാതകയെ കണ്ടെത്താനുള്ള സൂചന ആൾക്ക് തരാൻ കഴിയുമെന്ന് ഭൂമി പറയാണ് കേട്ടോ.
ആണോ അങ്ങനെയാണോ എന്ന് ഭവാനി ചോദിക്കണം. അതെ, അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കത്ത് അജയ് സാറിന് കൊടുത്തോളാം എന്ന് പറയാണ് കേട്ടോ. അന്നേരം ഭവാനി പറയാണ് കേട്ടോ, എന്തായാലും അജയ്ക്ക് കൊടുക്കാനുള്ളതല്ലേ കത്ത്, ഒരു കാര്യം ചെയ്യ്, എൻ്റെ കയ്യിൽ തന്നോ, ഞാൻ കൊടുത്തോളാം. 2 ദിവസം കഴിഞ്ഞ മുമ്പ് അല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കണേക്കാളും നല്ലത് ഇന്ന് തന്നെ കൊടുക്കുന്നതല്ലേ കേസിന്, അത് സഹായമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭവാനിയുടെ കയ്യിലായി ഒരു കത്തെടുത്ത് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പോകും. ഈ കത്തും പിടിച്ച് ഭവാനി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് നിൽക്കാണ് കേട്ടോ, സന്തോഷത്തോട് കൂടിയിട്ട്. പെട്ടെന്ന് തന്നെ ഭൂമി വണ്ടി സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. എന്താ എന്താ വന്നത്, വില മറന്നോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കത്ത് കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങാണേ. എന്നിട്ട് പറഞ്ഞാ ഇതാണ് മറന്നത്, ഇത് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഭൂമിനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സൂചന കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ കൊലപാതകി ആരാണെന്നുള്ളതിന് ഉള്ളൊരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭവാനി പേടിക്കുകയാണേ. പിന്നെ കമാലെ വിളിച്ചിട്ട് ഞാൻ അവളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൾ പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോയെന്ന് പറയുമ്പോൾ എടാ മണ്ട കമാലെ, അവൾ ഇവിടെ വന്നിട്ട് എന്നെ ഫൂളാക്കിയിട്ട് പോയി, അവൾ നാളെ ഹൈ റേഞ്ചിലേക്ക് പോകുകയാണ് ഒരു പ്രൊഫസറെ കാണാനായിട്ട്, നീ അവിടെ പോകണം, ആ കത്ത് അവളുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല, ആ കത്ത് എത്രയും പെട്ടെന്ന് കൈക്കലാക്കണം, അത് ആ പ്രൊഫസർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ടാളും കുടുങ്ങും, നമ്മൾ രണ്ടുപേരും ജയിലിലാവും, നീ സൂക്ഷിച്ചോ, നീ എന്തായാലും അവളെ ഫോളോ ചെയ്ത് ഹൈ റേഞ്ചിലേക്ക് പോയിക്കോ, സ്ഥലമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം, ഹൈ റേഞ്ചിൻ്റെ അടുത്തുള്ള റിസോർട്ടിലാണ് അവളെ പഠിപ്പിച്ച പ്രൊഫസർ ഉള്ളത്, അപ്പോൾ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ പോകുന്നതെന്നൊക്കെ ഭവാനി കമാലിനോട് പറയുകയാണ്. അന്നേരം കമാലും പറയുന്നുണ്ട് ശരി മേഡം, ഞാനിപ്പോൾ തന്നെ പൊക്കോളാം, ആ കത്ത് എന്തായാലും അവൾ കയ്യിൽ നിന്ന് ഞാൻ കൈക്കലാക്കും എന്നൊക്കെ കമാൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ തന്നെ ഭൂമി പോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ചേച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് പോകാൻ റെഡിയായോ, ഭൂമിയും ചോദിക്കുകയാണ്. ആ ചേച്ചി പോകാൻ റെഡിയായി എന്ന് പറയുകയാണേ. അപ്പോൾ പറയുന്നുണ്ട് മോളെ ആരോ ഫോളോ ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആരോ ഫോളോ ചെയ്ത പോലെ എനിക്ക് തോന്നി ചേച്ചി, എന്തായാലും ആ കത്ത് എവിടെ മോളെയും ചോദിക്കുമ്പോൾ അത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല, ഞാനത് കൊണ്ടുപോകാണ്, എൻ്റെ കൂടെ കൊണ്ടുപോകാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ അജയ് സാറിന് കൊടുത്തോളാം, അത് നല്ല കാര്യമാണ്, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ വീടൊക്കെ കുത്തിപ്പൊളിച്ച് ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയാലോ, അതെന്തായാലും വേണ്ട എന്ന് പറയുകയാണേ. അപ്പോൾ ഭൂമി പറയുന്നുണ്ട് അതെ, ഞാൻ എന്തായാലും അതിവിടെ വെച്ച് പോയാൽ ശരിയാവില്ല, പ്രൊഫസർക്ക് എന്നെ സഹായിക്കാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ, അതെന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് കമാൽ അവിടെ തന്നെ മറിഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ചേച്ചി വന്ന് ചോദിക്കുന്നുണ്ട് മോളെ നാളെ വൈകിട്ട് വരുമോ, എന്തായാലും പ്രൊഫസർ എന്നെ കണ്ടാൽ വിടില്ല ചേച്ചി, 2 ദിവസം കഴിയുമെന്നൊക്കെ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അഞ്ജനയും കൊണ്ട് അജയും സത്യനും കൂടെ വരികയാണ് കേട്ടോ. ആ സമയത്ത് അജയൻ്റെ കൈ കയറി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചേർത്ത് പിടിച്ചിങ്ങനെ ചേർന്ന് നിന്നിട്ട് തലയൊക്കെ ഇങ്ങനെ തോളിലേക്ക് ചാരി ഒന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ അജയ് പറയും എന്തിട്ട് കാണിക്കുന്നത്, കൈ എടുക്കടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭവാനിയും ശ്രീദേവിയൊക്കെ അവിടെ വന്നിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ശ്രീദേവി. അപ്പോൾ അജയ് പറയാണ് കേട്ടോ കഞ്ഞി മാത്രം 2 നേരം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്, രാത്രി ഭക്ഷണമൊന്നും കഴിക്കേണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ അജയ് പറയാണ് കേട്ടോ. അതേ ഇവൻ വെറുതെ പറയുന്നതാണ് കേട്ടോ, എനിക്കെല്ലാം കഴിക്കാം അപ്പച്ചി എന്ന് പറയാം കേട്ടോ. എന്തായാലും 2 ദിവസം റെസ്റ്റ് വേണമല്ലോ, അജയ് 2 ദിവസം ലീവ് എടുത്തിട്ട് എന്നെ കെയർ ചെയ്യട്ടെ എന്ന് പറയും കേട്ടോ. അയ്യോ എനിക്കതൊന്നും പറ്റൂല, എനിക്ക് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറയട്ടോ. 1 ദിവസമെങ്കിലും നിനക്ക് ലീവ് എടുത്തുകൂടെ എന്ന് സത്യം ചോദിക്കുകയാണ് കേട്ടോ. പറ്റില്ല ചെറിയച്ചാ, എനിക്ക് എന്തായാലും ഓഫീസിലേക്ക് പോകണം, ഞാനൊന്ന് റെഡി ആവട്ടെ, ഭൂമി എൻ്റെ കയ്യിലൊരു കത്തുണ്ട്, ആ കത്ത് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഭവാനി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളൂ. പ്രമോലാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് ഭവാനി അഞ്ജനനെ കൊണ്ടുവരുമ്പോൾ അഞ്ജന പറയുന്നുണ്ട് യഥാർത്ഥ വില്ലത്തി ഭൂമിയാണ്, അവളാണ് ഇല്ലാതാവേണ്ടത്, അവളാണ് ശരിക്കുള്ള വില്ലത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അജയൻ്റെ പെങ്ങൾ അരുണിമ വരുന്നുണ്ട് കേട്ടോ. അരുണിമ വന്നിട്ട് നമ്മൾ അഞ്ജനയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൾ ശരിക്കും പഠിച്ച കള്ളിയാണ്, അവളുടെ പ്രത്യേക സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഭവാനി. പിന്നെ അജയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എടാ കല്യാണം പ്രമാണിച്ച് ഞാൻ വരുമ്പോൾ നിങ്ങൾ ഓടി വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയേണ്ടതല്ലേ, അപ്പോൾ അജയ്ക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ കല്യാണം ഞാൻ വേണേൽ കൊളാക്കി തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കമാലിനെ ശ്രദ്ധിക്കാൻ കേട്ടോ, ഭൂമിനെ ഫോളോ ചെയ്യുമ്പോൾ കമാലിനെ ഭൂമി